ഹലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇന്നത്തെ പത്രത്തിൽ കൂടെയൊക്കെ നിങ്ങൾ വായിച്ചു കാണും. 2014 മൂന്നാർ ഗവൺമെൻറ് കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ എന്ന് പറഞ്ഞ പ്രൊഫസർക്ക് വന്ന ഒരു വിധിയുടെ കാര്യങ്ങളാണ് പ്രവചിക്കാനുള്ളത്. 5 വിദ്യാർത്ഥികൾ എക്കണോമിക്സ് എക്സാമിന് കോപ്പി അടിച്ചിട്ട് പുള്ളിക്കാരൻ പിടിക്കുന്നു. ഈ പിടിച്ച വിദ്യാർത്ഥിനികൾ ഇദ്ദേഹത്തിനെതിരെ ലൈംഗിക പീഡനം ആരോപിച്ച കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. അതായത് പരീക്ഷാ സമയത്ത് ഇദ്ദേഹം ഇവരോട് ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ കൊടുത്ത കേസ്. കോപ്പി അടിയാണ്, സത്യാവസ്ഥയിൽ കോപ്പി അടിച്ചതിനാണ് അദ്ദേഹം അവർ പിടിച്ചത്. പക്ഷേ അവർ ഈ SFI വിദ്യാർത്ഥികളാണ്. രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇവർ ഓഫീസിൽ വെച്ച് പരാതികൾ പ്രിപ്പയർ ചെയ്ത് ഇവർ കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ പീഡന പരാതി കൊടുക്കുകയും 2014 പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയിൽ 4 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു. ഈ 4 കുറ്റപത്രങ്ങളിൽ 2 എണ്ണം കേസ് ഇല്ലാതെ തള്ളിക്കളഞ്ഞു. ഈ 2 എണ്ണത്തിൽ ഈ പറയുന്ന പ്രൊഫസറെ 2 കേസിലും കൂടെ 3 കൊല്ലത്തെ തടവും 5000 രൂപ പിഴയും കോടതി വിധിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം തൊടുപുഴ അഡീഷണൽ സെഷൻ കോർട്ടിൽ അപ്പീൽ നൽകി. 11 വർഷത്തിന് ശേഷം ഈ 2025 സെപ്റ്റംബർ 3 അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കി. അതിൽ പരാതിക്കാരുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളും കുറേയധികം ഭേദഗതികളും കണ്ടു എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ സ്വതന്ത്രമായിട്ട് ഒരു സാക്ഷി ഇല്ലാത്തതിനാൽ പരാതിക്കാരുടെ മൊഴികളിൽ വിശ്വസനീയമായിട്ട് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. കേസ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത്. ഇതിലൊരു പ്രൊഫസറുടെ ഈ കേസിൽ അവിടുത്തെ പ്രിൻസിപ്പളിനും പങ്ക് നിരീക്ഷിക്കുന്നുണ്ട്. കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ആ കേസും പുള്ളിക്കാരനും ഈ പറഞ്ഞ പോലെ അതിലൊരു പങ്കാളിയാണ് എന്നുള്ളതാണ്, ഗൂഢാലോചനയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ കോടതി വിധിയിൽ പ്രസ്താവിച്ചായിട്ടാണ് പത്ര റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നത്. ഈ കോളേജ് പ്രിൻസിപ്പാളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കലി ചായ്വ് കാണിച്ചോ എന്നുള്ള സംശയം നമുക്ക് ഇതിൽ നിന്നും ഉദിക്കുന്നുണ്ട്. ഏതായാലും 2021 മാർച്ചിൽ ഈ പ്രൊഫസർക്ക് ആനന്ദ് വിശ്വനാഥന് വിരമിക്കേണ്ടിയും വന്നു. അദ്ദേഹം ഇപ്പോൾ ഈ പുള്ളിക്കാരന് എതിരെ കള്ളക്കേസ് കൊടുത്തവർക്ക് എതിരെ ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ട് നിയമ നടപടികൾക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് തെളിയിക്കുന്നതിനും അല്ലെങ്കിൽ ഇത് കുറ്റവിമുക്തനാക്കുന്നതിനും 11 വർഷം അദ്ദേഹത്തെ മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. കാരണം 11 കൊല്ലം വേണ്ടി വന്നു നമ്മുടെ കോടതിക്ക് ഈ ഒരു കേസ് വിചാരണ കഴിഞ്ഞ് ഒരു വിധി പറയുന്നതിന്. അദ്ദേഹത്തെ മാനസിക പിരിമുറുക്കങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെ പോയാലും ഈ പരാതി കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥിനികൾ കള്ളപ്പരാതിയാണ് എങ്കിൽ ഇവർക്കെതിരെ കോടതി നടപടി എടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിപ്പോൾ ഈ പറയുന്ന പോലെ കോടതി എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും ശരി. അപ്പോൾ ഇദ്ദേഹം ഈ പ്രൊഫസർ എന്ന് പറയുന്ന ആനന്ദ് വിശ്വനാഥനും കോടതിയിൽ ഈ കള്ളക്കേസ് ചമച്ച വിദ്യാർത്ഥികൾക്കെതിരെ കോടതിയിൽ പോവും എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. എന്തായാലും അദ്ദേഹത്തിന് ഈ പറയുന്ന എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിനും, അത് കൊളയുന്നോ അല്ലെങ്കിൽ അവിടുന്ന് ഇവർക്ക് ഇത്രയും നാൾ ശമ്പളം പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും വകവെച്ച് കിട്ടുന്നതിന് ഈ കോടതി വിധി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.